എത്രയും പ്രിയപ്പെട്ട കുട്ടി, ഇന്ന് നമുക്ക് അഹംഭാവത്തെക്കുറിച്ച് സംസാരിക്കാം. അഹംഭാവം എന്ന് പറയുന്നത് അഹങ്കാരമോ അപമര്യാദയായ പെരുമാറ്റമോ അല്ല. വളരെ ആഴ്ന്ന തലത്തിൽ അഹംഭാവം എന്ന് പറയുന്നത് ഒരു പേരിൽ നിന്നെ തിരിച്ചറിയുന്നത്, ഒരു ജോലി, ഒരു ബന്ധുത്വം, ഒരു മതം, അങ്ങനെ പോകുന്നു. പരമാത്മാവിൻ്റെ സത്യമായിട്ടുള്ള പരിമളം നിനക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ തിരിച്ചറിവുകളെയെല്ലാം ഉപേക്ഷിക്കാൻ നീ പതുക്കെ പഠിക്കണം. മേൽപ്പറഞ്ഞ ഓരോ വിലാസങ്ങളും നിനക്ക് തന്നത് ഒന്നുകിൽ ഒരു സമൂഹത്തെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തെയോ ആണ്. ഒരിക്കൽ നീ ഇത് മനസ്സിലാക്കിയാൽ നീ എല്ലാവരിലും ദൈവികത കാണാൻ തുടങ്ങും. ഞാൻ നിന്റെ പരീക്ഷാഫലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ അറിയുന്നു. വെപ്രാളപ്പെടേണ്ട, നീ വളരെ നല്ലതുപോലെ ചെയ്യും. സന്തോഷമായിരിക്കൂ, ചിരിച്ചുകൊണ്ടിരിക്കൂ.